ഒരു യുക്തിവാദി ചോദിച്ച് എങ്ങനെയായി മുഹമ്മദ് നബി ഞാൻ വലിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്? അത് പറയാൻ പാടില്ല, കിബറാവരുത്. ഒരു യുക്തിവാദി ചോദിക്കുക, ഇത് ആര് പഠിപ്പിച്ചു തരണം? അല്ലാഹു തആല ഇങ്ങോട്ട് അയച്ചതാണ്, റസൂലുള്ളാഹിനെ അയച്ചതാണ് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. ഭയപ്പെടുന്നവനും ഞാനാണ്, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുന്നത് ഏറ്റവും അധികം തഖ്വ ചെയ്യുന്നതും ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി 12 മണി മുതൽ നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ച് നീര് വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, എന്തിനാണ് നബിയെ തങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? തങ്ങൾക്കൊരു ദോഷം പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തങ്ങളിൽ നിന്ന് ദോഷം ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ദോഷവും റസൂലുള്ളാഹിക്ക് ഉണ്ടാവുകയില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ എന്തെങ്കിലും ദോഷമായി കാണാവുന്ന ഒന്നും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നബി തങ്ങളുടെ ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടി മക്ഹൂലായ നിലക്ക് ചേരാക്രമം ചെയ്യപ്പെട്ട നിലക്ക് അല്ലാഹു തആല പടച്ചു. എന്നിട്ട് അല്ലാഹു തആല അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ ഔറത്ത് ഒരൊറ്റ മനുഷ്യനും ഈ മാർക്കം ചെയ്യുന്ന ചേരാക്രമം ചെയ്യുന്ന ബാർബർ പോലും കാണാൻ പാടില്ല എന്ന നിലക്ക് അല്ലാഹു തആല റസൂലുള്ളാഹിനെ പ്രസവിപ്പിക്കപ്പെട്ട് തന്നെ മാർക്കം ചെയ്യപ്പെട്ട ചേരാക്രമം ചെയ്യപ്പെട്ട വ്യക്തിയായിട്ടാണ്. അങ്ങനെ മനുഷ്യരിൽ സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളുമില്ല. മക്കയിലൂടെ നടന്നു പോകുമ്പോൾ കല്ല് സലാം ചൊല്ലും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലും മക്കയിലുള്ള കല്ലുകൾ. ഉഹുദ് മലയിലേക്ക് റസൂൽ അങ്ങ് കയറി, സ്വഹാബത്തും കയറിയപ്പോൾ ഉഹുദ് മല ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. ആവേശം കൊണ്ടാണ്, തള്ളിയിടാനല്ല, ആവേശം കൊണ്ട് ഇങ്ങനെ ഇളകാൻ തുടങ്ങിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉസ്കുത്ത് ഉഹുദു ഫഇന്ന അലൈക നബിയ്യുൻ വഖലീഫത്തുഹു വശഹീദാനി. ഉടനെ അടങ്ങണം ഉഹുദ് മല, നീ കുലുങ്ങാൻ പാടില്ല. ഞാൻ നിൻ്റെ മേൽ ഉണ്ട്, നബിയുണ്ട്, എൻ്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഷഹീദായി പിന്നീട് മരിക്കാൻ അല്ലാഹു കണക്കാക്കിയ ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ട് ഉടനെ അടങ്ങണം എന്ന് ഉഹുദ് മലയോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ജബലു ഉഹുദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ ഉഹുദ് മല നമ്മളെ പ്രിയം വെക്കുന്നുണ്ട്, നമ്മൾ ആ മരത്തെ പ്രിയം വെക്കുന്നുണ്ട്. മനുഷ്യനേക്കാൾ കൂടുതൽ ഈ ഉഹുദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയും ആവേശത്തോടു കൂടി ഇളകുകയും ചെയ്തു എങ്കിൽ പ്രിയപ്പെട്ട ഭൂമിയെ നീയും ഞാനും എവിടെ കിടക്കുന്നു?